ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ 2 എപ്പിസോഡുകൾ കണ്ടപ്പോൾ അയ്യോ എന്ത് മനുഷ്യനാണിത്, എന്തൊരു വെറുപ്പിക്കലാണെന്ന് തോന്നിയിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാഗ് തലയ്ക്ക് മുകളിൽ വന്നിട്ടുള്ള ആളുകൾ ആരും ഒരു ടോപ്പ് 10 ഒരു ടോപ്പ് 5 പോയ ചരിത്രം ബിഗ് ബോസിനില്ല. ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാകുമെങ്കിലും ഇവർ ഒരുമിച്ച് വരുന്ന മൊമെൻറ്റ്സ് ഒക്കെ ശരിക്കും ബിഗ് ബോസിൻ്റെ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ഒരു ക്ലാരിറ്റി ഇല്ല, ഈ പറയുന്ന ജനങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം അവരെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. കാരണം ഈ 3 പേരിലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും കൂടുതൽ മലയാളികൾ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ കൂട്ടത്തിൽ ടോപ്പിൽ നിൽക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. മാധ്യമ വിചാരണകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളരെ മുൻവിധിയോടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഒരുപാട് പേര് ഈ വിഷയത്തെക്കുറിച്ച് അവരുടേതായിട്ടുള്ള വേർഷൻസ് പ്രസൻറ്റ് ചെയ്തത് കൊണ്ടും തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വിഷയം ഇന്നെടുക്കുന്നില്ല. ഇന്നെടുക്കുന്ന വിഷയം മറ്റൊരു ടോക്ക് ഓഫ് ദ ടൗൺ തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. മലയാളികളെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടുക്കുള്ള എല്ലാ ജനങ്ങൾക്കും ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയോട് വളരെയധികം ഫാസിനേഷൻ ഉണ്ട്. ഒരിക്കലെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് 90% ആളുകളും. കാരണം അവിടെ പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം എന്നതിലുപരി സെലിബ്രിറ്റി ആവണം, ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഒരാഗ്രഹമാണ് ഈ പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ആഗ്രഹത്തിന് പിന്നിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ ബിഗ് ബോസ് വളരെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ തവണ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോഴും വളരെ ക്യൂറിയസ് ആയിട്ട് തന്നെ തുടക്കം തൊട്ട് ഒട്ടുമിക്ക എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. 24/7 സ്ട്രീമിംഗ് കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ എപ്പിസോഡുകൾ കണ്ട പ്രകാരം, എപ്പിസോഡുകൾ അനലൈസ് ചെയ്തത് പ്രകാരം ഈ ഒരു ബിഗ് ബോസിൻ്റെ ഒരു മുന്നോട്ടുള്ള ഗതി എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു ചെറിയൊരു പ്രഡിക്ഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം ഡൈജസ്റ്റ് ആയിക്കൊള്ളുന്നില്ല, ചിലർക്കത് കറക്റ്റ് ആണല്ലോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അത് എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. ഒപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു സീസണിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനെ കുറിച്ച് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് അപ്പാനി ശരത്തിൽ നിന്നാണ്. കാരണം അപ്പാനി ശരത്ത് അങ്കമാലി ഡയറീസ് എന്നുള്ള സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന, അതിനുശേഷം അത്യാവശ്യം ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് വേഷങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നാൽ പോലും നമുക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു ആളാണ് അപ്പാനി ശരത്ത്. ശരത്തിൻ്റെ ബിഗ് ബോസിലെ പ്രകടനം നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇതുവരെയുള്ള ശരത്തിൻ്റെ പ്രകടനം അത്ര ഇമ്പ്രസീവായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം പല കാര്യങ്ങളിലും ഒരു സ്വന്തം നിലപാടില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ശരത്തിനെ ഞാൻ നോക്കി കാണുന്നത്. ഒപ്പം ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും ശരത്തിൽ കാണാനേ ഇല്ല. ശരത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച ഒരു തരത്തിലുള്ള ഒരു പ്രകടനമല്ല ഇതുവരെ ബിഗ് ബോസിലെ ശരത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പേരെന്ന് പറഞ്ഞ ആര്യനാണ്. ആര്യൻ്റെ കാര്യം പറയുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിഗ് ബോസിലും നമ്മൾ കാണാറുള്ളതാണ്. ഈ മോഡൽ എന്നുള്ള അല്ലെങ്കിൽ അസ്പയറിങ് ആക്ടർ എന്നുള്ളൊരു കാറ്റഗറിയിൽ നിന്ന് പലരെയും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ നമുക്കറിയാം ഗബ്രി, ജാസ്മിൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അസ്പയറിങ് ആക്ടർ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന്. അപ്പോൾ ആര്യനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ ബിഗ് ബോസിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്നുള്ളൊരു സംഭവം ആണ് ബിഗ് ബോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആര്യൻ്റെ പ്രകടനം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആര്യൻ ഈ പറയുന്ന ടാസ്കുകളിലും മറ്റും വളരെ മികച്ച രീതിയിലാണ് പ്രകടനം നടത്തുന്നത്. എങ്കിൽ പോലും ആര്യൻ്റെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കണ്ടസ്റ്റൻസുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് പോരെങ്കിൽ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടതാണ്. വളരെ ശുചിത്വമായാലും ബാക്കിയുള്ള പല കാര്യങ്ങളിലായാലും ആര്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഫെലോ കണ്ടസ്റ്റൻസിനോടുള്ള ഇൻറ്ററാക്ഷൻ, കുറച്ചൊരു അഹങ്കാരി എന്നുള്ളൊരു പട്ടം ഓൾറെഡി ഈ 2 ആഴ്ച കൊണ്ട് തന്നെ ആര്യൻ നേടിയെടുത്ത് കഴിഞ്ഞു. ബിഗ് ബോസിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാഗ് തലയ്ക്ക് മുകളിൽ വന്നിട്ടുള്ള ആളുകൾ ആരും ഒരു ടോപ്പ് 10 ഒരു ടോപ്പ് 5 പോയ ചരിത്രം ബിഗ് ബോസിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ട്രോങ് കണ്ടൻറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിലല്ല. മറ്റൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ എഗെയിൻ അനുമോൾ പുറത്ത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിൽ അനുമോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിലും പുള്ളിക്കാരി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീസ് എൻ എൻ്റർടൈനർ. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരാളാണ് അനുമോൾ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള അതായത് ഇവിടെ ഉള്ള കാര്യങ്ങൾ അവിടെ പോയി പറയുക, അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുക, പിന്നെ അവനവൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ്. ആരോടും മുഖം നോക്കാതെ തിരിച്ച്
തിരിച്ചടിക്കാനുള്ള ഒരു ശേഷിയും ബിഗ് ബോസിൽ അനുമോൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസിനിടയിൽ അനുമോൾക്ക് അത്യാവശ്യം നല്ല സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ളൊരു അനാലിസിസ് കാണിക്കുന്നത്. ഇനി മറ്റൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യം ബിന്നിയാണ്. ബിന്നിയുടെ ഒരു പ്രകടനം എന്ന് പറയുകയാണെങ്കിൽ ബിന്നി തീർച്ചയായിട്ടും ബിഗ് ബോസിൽ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് അത്യാവശ്യം ഒരു ഹോൾഡ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡ് ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ ക്രൂഷ്യലായിട്ടുള്ള പോയിന്റുകളിലും നമുക്ക് ബിന്നിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം അതിലേക്ക് എത്തിപ്പെടാതിരിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റഡ് ആയി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ബിന്നി ഡെഫിനറ്റ്ലി ടോപ്പ് 10 പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഒരു പക്ഷേ ഈ സീസണിൽ ലാസ്റ്റ് 5 ലാസ്റ്റ് 3 വരാൻ സാധ്യതയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഷാനവാസ്. ഷാനവാസിൻ്റെ ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി ആവട്ടെ, അല്ലെങ്കിൽ ഷാനവാസ് ബിഗ് ബോസിൽ വന്ന ശേഷം ഇതുവരെയുള്ള ഷാനവാസിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു ഹൗസിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, പിന്നെ വളരെ ലൗഡായിട്ട് അല്ലെങ്കിൽ പോലും വേണ്ടുന്ന സ്ഥലത്ത് കുറുക്കി കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് തന്നെ ഷാനവാസ് ഒരുപാട് ജനങ്ങളുടെ മനസ്സിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കയറി പറ്റിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഒരു കോംബോയാണ്. കാരണം ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാകുമെങ്കിലും ഇവർ ഒരുമിച്ച് വരുന്ന മൊമെൻറ്റ്സ് ഒക്കെ ശരിക്കും ബിഗ് ബോസിൻ്റെ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഷാനവാസ് ഇസ് എ വെരി സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്. ആൻഡ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഞാൻ പറയും ഇതിൻ്റെ എൻഡിലേക്ക്. ആ പ്രൊഡിക്ഷൻ ലിസ്റ്റിലാണ് ഞാൻ ഈ പേരുകളൊക്കെ റിവീൽ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഷാനവാസ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദം. ശൈത്യ സന്തോഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് പല റിയാലിറ്റി ഷോസിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അഡ്വക്കേറ്റ് ആണ്. അപ്പം ആ ഒരു ഇൻഡിവിജ്വൽ തുടക്കത്തിൽ ഒരു പക്ഷേ ബിഗ് ബോസിൽ അത്രത്തോളം ആക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും ആ ഒരു സ്റ്റേജിൽ നിന്നും കുറച്ചൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം ശൈത്യയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് തണുപ്പൻ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അത് നമുക്ക് ഇപ്പോഴത്തെ എപ്പിസോഡുകളിൽ കാണാൻ പറ്റുന്നതാണ്. ഷീ ഈസ് ദെയർ, ഷീ ഈസ് പ്രസൻറ്റ് സംവെയർ. ആൻഡ് ഗെയിംസിലാണെങ്കിലും ടാസ്കിലാണെങ്കിലും ഒക്കെ കുറച്ച് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ ശൈത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശൈത്യം മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. കാരണം ഇപ്പോഴും ഒരു ഇമ്പാക്ട്ഫുൾ കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യ അവിടേക്ക് എത്തിയിട്ടില്ല. ഇനി അടുത്തത് ആദില ആൻഡ് നൂറയാണ്. ആദില ആൻഡ് നൂറ എന്നുള്ള ഈ 2 കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും ഇവരെ ഈ ഒരു ബിഗ് ബോസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കിയാൽ അറിയാം. സമൂഹത്തിലെ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ ആണെങ്കിൽ പോലും അവരെ കൊണ്ടുവരിക, അവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ബിഗ് ബോസ് കാലാകാലങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ഇത്തവണയും അവർ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആദില നൂറ ആസ് കണ്ടസ്റ്റൻസ് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ഒരു ക്ലാരിറ്റി ഇല്ല, ഈ പറയുന്ന ജനങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം അവരെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. അതായത് അവരെയും വെറുപ്പിക്കേണ്ട ഇവരെയും വെറുപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡ് മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദില നൂറ ഐ ഡോണ്ട് റിയലി ഫീൽ ദാറ്റ്. ബട്ട് എനിക്ക് തോന്നുന്നത് അവർക്കുള്ള, പ്രത്യേകിച്ചും ഇവർക്കിപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫാൻ ഗ്രൂപ്പ്സൊക്കെ വളരെ കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടുകൾ കിട്ടുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ മുമ്പോട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരുമിച്ചാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദില നൂറ മുൻപോട്ട് ഒരു ടോപ്പ് 10 എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ടോപ്പ് 5 I don't really think so right now, but yeah, let us wait. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്, ജിസേൽ തക്രാൽ. ബിഗ് ബോസ് എന്നുള്ള ഷോ ഏതൊരു ലാംഗ്വേജിൽ നടത്തുന്ന സമയത്തും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഗ്ലാമർ എന്നുള്ളത് ആ ഷോയുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. കാണാൻ നല്ല സുന്ദരികളായിട്ടുള്ള മോഡൽസ് അല്ലെങ്കിൽ അഭിനേത്രികളൊക്കെ ഈ ഷോസിനകത്തേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരപ്പെടുന്നത് അവർ ഐ ക്യാൻഡീസ് ആക്കുക, അതിനൊപ്പം തന്നെ അവർ അത്യാവശ്യം നല്ല ഗെയിമേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ജിസേൽ തക്രാൽ ഈ ഒരു ഷോയിലേക്ക് വന്ന സമയത്ത് ഐ വാസ് വണ്ടറിങ്, മലയാളം അത്ര നന്നായിട്ട് സംസാരിക്കാൻ കഴിയാത്തൊരു വ്യക്തി എങ്ങനെയായിരിക്കും ഈ ഷോയിൽ മുമ്പോട്ട് പോകാന്നുള്ളത്. ബട്ട് ടു എവറി വൺ സർപ്രൈസ് ജിസേൽ ആക്ച്വലി വളരെ നല്ലൊരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ജിസേലിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്സ്. ശാരിക KB എന്നുള്ളൊരു കണ്ടസ്റ്റൻ്റ് ഒരു സോഷ്യൽ മീഡിയ ഫിഗറാണ്, ഹോട്ട് സീറ്റിൻ്റെ ആങ്കറാണ്. അപ്പം അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റിയോട് കൂടിയാണ് പുള്ളിക്കാരി ഈ ഒരു ഷോയിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ശാരിക KBയുടെ കാര്യം പറയുകയാണെങ്കിൽ
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ആ ഒരു വളരെ ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ എന്തിനേയും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യാതൊരു രീതിയിലും നമുക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരെയും ഔട്ട്ക്ലാസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും ഇതുവരെ ശാരികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ശാരിക ഇമോഷണലി കുറച്ച് വൾണറബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ ബിഗ് ബോസിൽ ഓൾറെഡി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ശാരിക എത്രത്തോളം ബിഗ് ബോസിൽ മുമ്പോട്ട് പോകുന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് കറൻ്റ്ലി ഹർ സിറ്റുവേഷൻ ഇസ് നോട്ട് ദാറ്റ് സേഫ്. ചിലപ്പം ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തു പോകാൻ പോകുന്നത് ഒരു പക്ഷേ ശാരിക ആവാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് വളരെ നല്ല രീതിയിൽ ഡിബേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ വളരെ ഉച്ചത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അക്ബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അക്ബർ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അക്ബറിൻ്റെ വായിൽ നിന്ന് പച്ച തെറികളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ജനങ്ങൾ ഒരുപക്ഷെ അക്ബറിൻ്റെ ഗെയിം പോലും മറന്നുകൊണ്ട് മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. കാരണം അക്ബർ നല്ലൊരു പ്ലെയറാണ്, അത്യാവശ്യം ബുദ്ധി യൂസ് ചെയ്യുന്ന, അത്യാവശ്യം കുടിലതകളും കാര്യങ്ങളൊക്കെ ഉള്ള. ഇപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യാറുണ്ട്, എനിക്കെപ്പോഴും സിമിലറായിട്ട് തോന്നാറുള്ളത് സാബുമോൻ അബ്ദുൾ സമദ് തന്നെയാണ്. കാരണം സാബുമോൻ ഈ പറഞ്ഞ പോലെ വളരെ സൈലൻ്റായിട്ടും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് വളരെ പ്ലാൻ ചെയ്താണ് കൊടുക്കുക ആ സീസൺ വിൻ ചെയ്തത്. എനിക്ക് അക്ബറിൻ്റെ ഇനീഷ്യലായിട്ടുള്ള ഒരു ഫേസ് കണ്ടപ്പോൾ ശരിക്കും ഈ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അക്ബർ വല്ലാണ്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്തു, അക്ബറിൻ്റെ ലാംഗ്വേജ് ഇസ് നോട്ട് അറ്റ് ഓൾ ബീങ് അപ്രീഷിയേറ്റഡ് എന്നുള്ളത്. സോ ദാറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് റൈറ്റ് നൗ. ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴും ഐ തിങ്ക് അക്ബർ ഇസ് എ വെരി വെരി സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്. നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ ഈ പുള്ളിക്കാരനെ സ്ക്രീനിൽ കാണുമ്പോൾ അവിടുത്തെ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കാണുമ്പം നമുക്ക് മനസ്സിലാവും അവർക്കൊക്കെ ഈ പുള്ളിനെ ഇഷ്ടമാണ്. ഞാൻ പറയാൻ പോകുന്നത് നെവിനെ കുറിച്ചാണ്. കാരണം നെവിൻ എന്നുള്ളൊരു വ്യക്തി, നെവിൻ വളരെ നല്ല ഒരു ഗെയിമറാണ്, എൻ്റർടൈനറാണ് ശരിക്കും. പിന്നെ പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളിൽ നെവിൻ അത്രയ്ക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷനെ മാനിപ്പുലേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നെവിനെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഒരു എപ്പിസോഡ് വരുമ്പോൾ ആ എപ്പിസോഡിന് ഒരു കുറച്ച് കളറും കുറച്ച് എൻ്റർടൈൻമെൻറ്റും കൊടുക്കാൻ നെവിനെ കൊണ്ട് പറ്റും. കാരണം ചില സീക്വൻസിലൊക്കെ നമുക്ക് കാണാം, അന്ന് ആ നൈറ്റ് സീക്വൻസിനകത്ത് പുള്ളിക്കാരൻ നമ്മളുടെ അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്ത സീക്വൻസൊക്കെ ശരിക്കും ആ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് നമ്മൾ ഇരുന്ന് കണ്ടുപോകും. അത് ഭയങ്കര രസമായിരുന്നു. സോ എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ്. ഐ റിയലി വോണ്ട് ഹിം ടു ബി ഇൻ ദ ടോപ്പ് 5. പക്ഷേ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു ഉറപ്പില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഒട്ടും മെൻഷൻ ചെയ്തിട്ടില്ലാത്ത പേരുകളിലൊന്നാണ് ഇനി പറയാൻ പോകുന്നത്, അഭിലാഷ്. ഈ പറയുന്ന പോലെ ബിഗ് ബോസിലേക്ക് എത്തിയ സമയത്ത് ആദ്യത്തെ 1-2 എപ്പിസോഡുകൾ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഈ പുള്ളി വെറുതെ വച്ചിടാൻ വേണ്ടിയിട്ടാണോ ഈ ഹൗസിലേക്ക് വന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ പിന്നെ അഭിലാഷിൻ്റെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അത്യാവശ്യം സാധാരണക്കാർ ട്രിഗേർഡ് ആവാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസിൽ അഭിലാഷ് വളരെ നല്ല രീതിയിൽ ആ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരല്പം കടന്നു പോകുന്ന സമയത്താണ് കൈവിട്ട് പോകുന്നത്. കൈവിട്ട് പോകുന്നു എന്നുള്ള അഭിലാഷിന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് വളരെ നല്ലൊരു സൈനാണ്. അഭിലാഷ് ഈ ഒരു ബിഗ് ബോസിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പറയാൻ പോകുന്ന 3 പേരുകൾ ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. കാരണം ഈ 3 പേരിലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതുകൊണ്ടാണ്. 1 ഒനീൽ സാബു, 2 റെന ഫാത്തിമ, 3 രേണു സുധി. ഈ 3 പേരും ഇതുവരെ സത്യം പറയുകയാണെങ്കിൽ ആ ബിഗ് ബോസിൽ റെന ഫാത്തിമ ഓഫ് കോഴ്സ് റിസീവ് ചെയ്യേണ്ടില്ല. അതായത് ആളുകളെ ചൊറിഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ആ സിറ്റുവേഷൻ കൊണ്ട് ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് എന്നുള്ള സാധനം കിട്ടിയത് ഒഴിച്ചു കഴിഞ്ഞാൽ റെന ഫാത്തിമ ആക്ച്വലി ഇസ് നോട്ട് എ പേഴ്സൺ ഹു ക്യാൻ ടേക്ക് ദ ഗെയിം ഓർ സേ കൈൻഡ് ഓഫ് അത് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിങ്ക് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ബിഗ് ബോസിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു ക്യാമറ പോലെയാണ് രേണു സുധി. എല്ലാ സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷേ രേണു സുധി എന്തിനാണ് ആ ബിഗ് ബോസ് ഹൗസിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇപ്പോഴത്തോളം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരിയെ കൊണ്ട് നടക്കുന്നത് ഒരു പക്ഷേ പുള്ളിക്കാരിക്ക് പുറത്തുള്ള ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ പേര് വെച്ചൊരു ടാഗ് വെച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വ്യൂസ് കിട്ടും എന്നൊരു കാര്യം കൊണ്ടായിരിക്കാം. പക്ഷേ ഫോർ മീ രേണു സുധി ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ബിഗ് ബോസ് സീസൺ. കാരണം ഈ സീസണിനകത്ത് ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാത്ത ഒരാളാണ് രേണു സുധി. ഒനീൽ സാബുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഗെയിൻ ഒരു കോമണറാണ്. പക്ഷേ ആ ഒനീൽ സാബു എന്നുള്ള വ്യക്തിക്ക് നല്ല ഇമ്പ്രസീവായിട്ട് ആ ഷോയിൽ കളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഓൾറെഡി ഈ 2 ആഴ്ച കൊണ്ട് ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊന്നും ഒനീൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ജയിൽ ടാസ്ക് വന്ന സമയത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഒരു ചെറിയൊരു സിമ്പതി അല്ലെങ്കിൽ ഒരു കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് പുള്ളിക്കാരനോട് തോന്നിയിട്ടുണ്ടാവും എന്നുള്ളത്. അത് എനിക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ട് പുള്ളി മുമ്പോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് റിയലി തിങ്ക് ദാറ്റ് ഒനീൽ സാബു ഇസ് ഗോയിങ് ടു ബി ദെയർ ഇൻ ദ ടോപ്പ് ലിസ്റ്റ് ഓർ സംതിങ്, ബട്ട് നോട്ട് വെരി ഇംപ്രസീവ് ആസ് ഓഫ് നൗ. ഇനി അവസാനത്തെ പേര്, ഈ പേര് അവസാനത്തേക്ക് വെച്ചതിനൊരു വലിയ കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ 2 എപ്പിസോഡുകൾ കണ്ടപ്പോൾ എന്ത് മനുഷ്യനാണിത്, എന്തൊരു വെറുപ്പിക്കലാണെന്ന് തോന്നിയിട്ട്
ഇപ്പം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശരിക്കും അങ്ങേര് ആ ബിഗ് ബോസ് ഹൗസിൽ ഇല്ലെങ്കിൽ അത് കാണാൻ വലിയ താല്പര്യമില്ലാത്തൊരു ഫീൽഡിലേക്ക് എത്തിക്കാൻ ഈ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് അനീഷിനെ കുറിച്ചിട്ടാണ്. അനീഷ് ഇപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മളുടെ ആ ഒരു ഷോയുടെ ഹാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പുള്ളി ഒരു കോമണറാണ്, ഒരു സാധാരണക്കാരൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പല ചലഞ്ചസും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ആൻഡ് അതിനൊപ്പം തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ളവരെ എല്ലാവരെയും ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൊട്ടൻഷ്യൽ അനീഷിനുണ്ട് എന്നുള്ളത് അനീഷ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പ്രൂവ് ചെയ്തു. 2ാമത്തെ ആഴ്ചയിൽ ആ ഒരു ടാസ്ക് വന്ന സമയത്ത് ജിസയിലും ആര്യനും അപ്പുറത്തുണ്ടായിട്ട് കൊടുക്കാം ലാലറ്റിനും വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്തത് അനീഷിനെയാണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് പുള്ളി ഈ ഷോ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പുള്ളിക്ക് ഇത് കളിക്കാനും അറിയാം. ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ബി ദെയർ ഫോർ സം ടൈം ഡെഫിനറ്റ്ലി. ഇപ്പം ഞാൻ എൻ്റെ പ്രഡിക്ഷനിലേക്ക് എത്താൻ പോവുകയാണ്. ടോപ്പ് 5 പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ എല്ലാ ഒബ്സർവേഷൻസിനെയും ബേസിസിൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്നതാണ്. ഒരു 100 ദിവസം അല്ലെങ്കിൽ പോട്ടെ ഇനി ഒരു 85 ദിവസം അല്ലെങ്കിൽ 80 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ ഈ പ്രഡിക്ഷൻസ് പ്രകാരമാണോ ഈ ടോപ്പ് 5 വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ മറ്റുള്ള സീസണുകളായിട്ട് അപേക്ഷിച്ച് ഒരു കണ്ടസ്റ്റൻറ്റ് കുറച്ച് മുകളിലും ബാക്കിയുള്ളവർ താഴ്ന്നും കിടക്കുന്ന ഒരു സിനാരിയോ ഈ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല. അത് ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം കൂടുതൽ ഓഡിയൻസിൻ്റെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ അതിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ഈ ടോപ്പ് 5ലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന പേരുകൾ: നമ്പർ 1 അനീഷ്, നമ്പർ 2 ഷാനവാസ്, ഈ നമ്പർ 3 എന്ന് പറയുന്നത് ജിസേൽ ഠക്കറാളാണ്, നമ്പർ 4 എന്ന് പറയുന്നത് അനുമോളാണ്, നമ്പർ 5 എന്ന് പറയുന്നത് എനിക്കറിയാം. ഈ ടോപ്പ് 5 ഞാൻ പറയുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആരാധകർ ഒരു പക്ഷേ അവർക്ക് അതിനോട് യാതൊരു യോജിപ്പും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു പ്രഡിക്ഷനെതിരായിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റായിട്ട് തന്നെ ഷെയർ ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിന് റെസ്പോൺസും തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാണ്. വൺസ് അഗെയിൻ റിമൈൻഡിങ് യു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. തുടങ്ങിയിട്ടേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫ്രം ജോഡസ് സ്പീക്കിംഗ്. ബൈ.